ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരുവല സെമിനാരിയുടെ മാനേജർ വദനായ കെ വി പോൾ റമ്പാച്ചനുൾപ്പെടെയുള്ള വൈദിക സഹോദരങ്ങളെ, വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുന്ന വിശ്വാസി സമൂഹമേ, വീണ്ടും ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിൽ ഒരുമിച്ചായിരിക്കുന്നതിനും പ്രത്യേകമായിട്ട് പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാർ മധ്യസ്ഥയിൽ സ്ഥാപിതമായിട്ടുള്ളതും പരിശുദ്ധനായ പരുവലത്തിരുമേനിയുടെ പുണ്യ സാന്നിധ്യമുള്ളതുമായ ഈ ദേവാലയത്തിലായിരിക്കുന്നതിന് നമുക്കെല്ലാവർക്കും ദൈവം അവസരം തന്നിരിക്കുന്നു. ഡിസംബർ മാസം ആരംഭിച്ചിരിക്കുന്നു. ഡിസംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇത്. കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിലേക്കുള്ള ഒരുക്കം സഭ ആരംഭിച്ചിരിക്കുന്നു. നോമ്പോടും പ്രാർത്ഥനയോടും കൂടി അടുത്ത ജനനപ്പെരുന്നാളിലേക്ക് നാം ഒരുങ്ങുകയാണ്. ജനനപ്പെരുന്നാളിൻ്റെ മുഖ്യ സന്ദേശം നമുക്കറിയാം. ലോകത്തിന് രക്ഷയും ലോകത്തിന് സമാധാനവും. ഈ കാലഘട്ടത്തെ സുവാർത്ത കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ദൈവപുത്രൻ ഇറങ്ങി വരുന്നു. ആ ദൈവപുത്രൻ്റെ ഇറങ്ങി വരവിനെ ലോകത്തോട് അറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ അതിനു മുമ്പായിട്ട് ലോകത്തിന് ലഭിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലായിരുന്നവർക്ക്, വ്യത്യസ്തമായ പ്രായത്തിലായിരുന്നവർക്ക്, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലായിരുന്നവർക്ക് ഒക്കെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം ലഭിക്കുന്നു. ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശം ലഭിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ സന്ദേശം ലഭ്യമായത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ഈ പറഞ്ഞ വിധത്തിൽ വ്യത്യസ്തമായ പ്രായത്തിലോ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലോ വ്യത്യസ്തമായ തൊഴിലുകളിലോ ഒക്കെ ഏർപ്പെട്ടിരുന്ന ആളുകൾക്കാണ് എങ്കിൽ ഇന്ന് അതിൻ്റെ പ്രസക്തി ഇന്ന് ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായി ലഭിക്കുന്ന ഒരു വലിയ ആഹ്വാനമായിട്ട്, സമാധാനത്തിൻ്റെ ആഹ്വാനം, സന്തോഷത്തിൻ്റെ ആഹ്വാനം, രക്ഷയുടെയും ഐക്യത്തിൻ്റെയും ആഹ്വാനം, ഇത് ദൈവം നമുക്ക് തരുന്ന ഇന്ന് ലഭിക്കുന്ന ആഹ്വാനമായിട്ട്, സന്ദേശമായിട്ട് കേൾക്കുന്നതിനും സ്വീകരിക്കുന്നതിനും തിരിച്ചറിയുന്നതിനും നമുക്ക് സാധിക്കണം. ഈ സന്ദേശം ലഭ്യമാകുന്നത് അക്കാലത്ത് ദൈവദൂതന്മാരിലൂടെയായിരുന്നു, മാലാഖമാരിലൂടെയായിരുന്നു, അദൃശ്യരായ വ്യക്തികളിലൂടെ സ്വർഗീയമായ നാദം മുഴങ്ങുകയാണ് ചെയ്തത്. ഈ സ്വർഗീയനാദം കേൾക്കുന്നതിന്, ദൂതൻ അറിയിക്കുന്ന ശബ്ദം കേൾക്കുന്നതിനും തിരിച്ചറിയുന്നതിനും അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ദൂതൻ്റെ ശബ്ദം മനുഷ്യ ഹൃദയങ്ങളിലേക്ക്, മനുഷ്യ കാതുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും വിധത്തിലും തിരിച്ചറിയുന്നതിന് അവർക്ക് സാധിച്ചിരുന്നു. വേദപുസ്തകം നോക്കുമ്പോൾ അതാണല്ലോ നാം കാണുന്നത്. ദൂതൻ്റെ ശബ്ദം, ദൂതൻ്റെ ഭാഷ, ദൈവദൂതന്മാരുടെ ഭാഷ. പക്ഷേ ഈ ദൈവദൂതന്മാരുടെ ഭാഷ എന്തായിരുന്നാലും ഭൂമിയിൽ മനുഷ്യമക്കൾക്ക് ആ ഭാഷ മനസ്സിലായി എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളടക്കം മനസ്സിലായി. അതവർക്ക് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ശബ്ദമായിട്ട് അനുഭവപ്പെട്ടു. ഇന്ന് ലോകത്തിന് ആവശ്യമായിരിക്കുന്നതും അതുതന്നെയാണല്ലോ. ക്രിസ്തുമസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ചുറ്റുപാട് നാം നോക്കുമ്പോൾ നക്ഷത്രവിളക്കുകളും വർണ്ണശോഭമായ അലങ്കാരങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ നക്ഷത്രവിളക്കുകളും ശോഭയാർന്ന വർണ്ണമാർന്ന വിളക്കുകളൊക്കെ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, യേശു തമ്പുരാൻ അരുളി ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ഈ ലോകത്തിൻ്റെ പ്രകാശമായി ലോകത്തിലേക്ക് കടന്നു വന്ന
അവൻ നിത്യജീവനാകുന്നു. ജീവനും ചൈതന്യവും പ്രകാശമാകുന്നു യേശുക്രിസ്തുവെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നക്ഷത്രവിളക്കുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത്. അതിലൂടെ ലഭിക്കുന്ന പ്രകാശം അത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. മലങ്കര സഭയെ സംബന്ധിച്ച് പറയുമ്പോഴും ഈ ദിവസങ്ങൾ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളാണ്. അക്കാലത്ത് ദൂതനെ അറിയിച്ചു തരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇക്കാലത്ത് സമാധാനത്തിൻ്റെ സന്ദേശം പകർന്നു തരുന്നത്, സമാധാനത്തിനുള്ള ആഹ്വാനം നൽകുന്നത് ചുമതലപ്പെട്ട ആളുകളാണ്. ന്യായപീഠങ്ങൾ അറിയിക്കുന്നതും സമാധാനത്തിനുള്ള ആഹ്വാനം തന്നെയാണ്. സഭയുടെ സമാധാനത്തിന് വേണ്ടിയും സഭയുടെ ശാന്തിക്ക് വേണ്ടിയും മനുഷ്യരാശിയുടെ ശാന്തിക്ക് വേണ്ടിയുള്ള ആഹ്വാനം ഈ കാലഘട്ടത്തിൽ നാം കേൾക്കുന്നത് ഒരുപക്ഷെ ന്യായപീഠത്തിൽ നിന്നും കേൾക്കുന്നുവെങ്കിൽ അതിനെയും ഉൾക്കൊള്ളുവാനും അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനത്തിനുള്ള ശാന്തിക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ദൈവം അതിലേക്ക് നമ്മെ നയിക്കട്ടെ. ക്രിസ്തുമസിൻ്റെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ലോകത്തിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്ത, ആഹ്വാനം ചെയ്ത ആ ക്രിസ്തുമസ് അത് ഔപചാരികമായ ബാഹ്യമായ പ്രകടനങ്ങളിലും ആഘോഷങ്ങളിലും മാത്രം ഒതുങ്ങിത്തീരുവാനിടയാകരുത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വലിയ സന്ദേശം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിന് ദൈവം പ്രദാനം ചെയ്യുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്ന നമുക്ക് സാധിക്കണം. അപകടങ്ങളിലൂടെയും പ്രയാസഘട്ടങ്ങളൊക്കെ നാം കടന്നു പോകുന്നു. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നാം കാണുന്നതും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഹൃദയത്തെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. അടുത്ത ദിവസങ്ങളിലാണല്ലോ 5 വൈദ്യവിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. എത്രയോ ദാരുണമായ അപകടങ്ങളും മരണങ്ങളും ദുരന്തങ്ങളും ലോകത്തിൽ നടക്കുന്നു. നമ്മുടെ സ്നേഹത്തിലും പരിചയത്തിലുമുള്ളവർ, അല്ലാത്ത ആളുകൾ, പക്ഷെ ഇവരൊക്കെ ഈ വിധത്തിലുള്ള ദുരന്തങ്ങളുടെയും മരണങ്ങളുടെയും അപകടങ്ങളുടെയും രോഗങ്ങളുടെയും വേർപാടുകളുടെയൊക്കെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ വേർപാടുകളുടെ മധ്യത്തിൽ അപകടങ്ങളുടെയും രോഗങ്ങളുടെയും അശാന്തിയുടെയും മധ്യത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നതിന് നമുക്ക് സാധിക്കണം. 2024 എന്ന് പറയുന്ന ഒരു വർഷം ഒരു വിധത്തിൽ നാം ഓർക്കും എത്ര വേഗത്തിലാണ് കടന്നുപോയത്. ജനുവരി പിറന്നതും ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കടന്നു വെക്കുന്ന നാം പ്രത്യേകം ഓർക്കുന്നു. പക്ഷെ വളരെ വേഗത്തിൽ വീണ്ടും 2024 ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തീർന്നു പോകുന്നു. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നാം പ്രവേശിക്കുന്നത്. അത് നമുക്ക് ദൈവികമായ സമാധാനത്തിൻ്റെയും ആഹ്വാനത്തിൻ്റെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും, അപകടഘട്ടങ്ങളിലാണെങ്കിലും ആനന്ദഘട്ടങ്ങളിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും നിത്യനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം, ഇമ്മാനുവേലാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുന്നതിന് ആ സാന്നിധ്യബോധം എന്നെ നിങ്ങളെയും സമാധാനത്തിൽ കാത്തു പരിപാലിക്കുന്ന ഇടയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കും.